ഇത് ഞാൻ ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലെ പിന്നെ മണ്ണൂർ പഞ്ചായത്തിൽ പറയങ്കാട് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങളൊരു അറിയുന്ന ഒരു കണ്ടോളൻസിന് പോയിട്ട് വരുന്ന വഴിയായിരുന്നു. എനിക്കിവിടെ ഈ സ്ഥലം കണ്ടപ്പോൾ അങ്ങനെ പച്ച പസുമയായിട്ടുള്ള മഴ സീസണാണ്, എന്നാലും രണ്ട് ഭാഗം പറയുക തെങ്ങും കവുങ്ങും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. കണ്ടില്ലേ, ഈ റോഡിൽ കുറച്ച് മണ്ണ് നല്ല മഴ ചളിയൊക്കെ ആയ കാരണം ഞാൻ ഈ ഓരത്തിൽ കൂടെ സിമെൻറ്റിൽ കൂടെ അങ്ങനെ നടന്നു വരുന്നു കേട്ടോ. പിന്നെ കണ്ടില്ലേ, രണ്ട് സൈഡും ഈ സൈഡ് പാടമാണ്, പാടും തെങ്ങും കവുങ്ങും. ഈ റോഡിൽ കൂടെ ഞാൻ ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പാലക്കാടിലെ പറയങ്കാട് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് നേരെ പോയാൽ അംഗൻവാടി, എനിക്ക് സ്ഥലം പരിചയമില്ല, ഞാൻ വണ്ടിയിൽ ആ ഭാഗത്ത് കൂടെ വന്നപ്പോൾ ഞാൻ നടന്ന് ഈ സ്ഥലം ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് ഞാൻ കണ്ടില്ലേ ഒരു കനാൽ, ചെറിയൊരു പാടത്തിൻ്റെ അടുത്ത് ഒരു കനാൽ മാതിരി. നല്ല രസമുണ്ട് ഈ സ്ഥലം കാണാൻ. ഒരു ആളൊഴിഞ്ഞ സ്ഥലമാണ് കേട്ടോ. രണ്ട് സൈഡും കണ്ടില്ലേ തെങ്ങും കവുങ്ങും ഒക്കെയാണ്. കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഒരു സൈലൻറ്റ് പ്രദേശമാണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കണ്ടോളൻസിൽ പോയിട്ട് ഇങ്ങനെ വരുന്ന വഴിയാണ്. എനിക്ക് സ്ഥലമൊന്നും അറിയില്ല, പിടുത്തമില്ല. ഞാൻ ഇങ്ങനെ പോവുകയാണ്. അവിടെ ഒരു അംഗൻവാടി ഉണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് ഒരു വെള്ളം ഇങ്ങനെ നല്ല രസമുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, മഴയല്ലേ. അപ്പോൾ ഒരു ചെറിയൊരു കനാൽ മാതിരി ഉണ്ട്. അതിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ വരണം കേട്ടോ. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വഴി അറിയില്ല, ഞങ്ങളുടെ വീട്ടിൽ പോകേണ്ട ഒരു വഴി അറിയുന്നില്ല. എന്നാലും എനിക്കൊരു അടയാളം പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു ലാൻഡ്മാർക്ക്, ഒരു അംഗൻവാടി കേന്ദ്രം ഉണ്ടാവും, ഇതിന് സ്ട്രെയിറ്റായിട്ട് വയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ എത്തുന്ന അറിയില്ല. എത്തിയില്ലെങ്കിൽ ചോദിക്കും. ഇവിടെ നിന്ന് ചോദിക്കാൻ ആരും ഇല്ല കേട്ടോ, ഒരാളിനും കാണാനൊന്നുമില്ല. എന്നാൽ ഞാനൊരു ധൈര്യത്തിൽ പോവാണ്, നമ്മുടെ അടുത്താണല്ലോ. ആരെങ്കിലും എന്നെ പെട്ടെന്ന് അറിയില്ല ആർക്കും. എന്താണെന്ന് വെച്ചാൽ ഞാൻ കോയമ്പത്തൂരല്ല വർക്ക് ചെയ്യണത്. ഇവിടുത്തെ കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളൂ. ഇവിടുത്തെ ആൾക്കാരിനെ എനിക്കും പരിചയമില്ല കേട്ടോ. അപ്പോൾ എത്തിയ നോക്കാം എവിടെ എത്തിയ. ഇനി കുറച്ച് മുമ്പ് അത് കുറേ 2-3 ആൾക്കാർ, ഒരു ചെറിയ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ പോയിട്ട് ചോദിക്കട്ടെ. ആരോ ഒരാൾ ബാക്കിൽ വരുന്നുണ്ട്. ഓക്കെ, ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും നോക്കാമല്ലോ. ഈ റോഡൊക്കെ ചളിയായ കാരണം കണ്ടില്ലേ, ഒരു മണ്ണ്, പുതിയ മണ്ണിൻ്റെ ഒരു ചുവപ്പ് കളർ മാതിരി. അല്ലെങ്കിൽ കാല് വെച്ചാൽ അങ്ങനെ താഴ്ന്നു പോകും. അതുകൊണ്ട് ഞാൻ ഈ സിമെൻറ്റ് കൂടെ ഇങ്ങനെ നടക്കണം. മനസ്സിലായില്ലേ? ഇതാ കാണിച്ചാൽ എനിക്ക് പ്രകൃതി ഭംഗി ഇത് നമുക്കൊരു ചെറിയ തെങ്ങ്, അതിൽ നാളികേരം. ഇതാ കണ്ടില്ലേ, 2 തെങ്ങ്, നാളികേരം. ഇതൊക്കെ കാണണമെങ്കിൽ ഈ ഭാഗത്ത് തന്നെ വരണം. മനസ്സിലായില്ലേ? നമ്മൾ ടൗണിലൊക്കെ ഇരിക്കുമ്പോൾ അവിടെ എന്താ ഉള്ളത്? വാഹനങ്ങളുടെ ശബ്ദവും, അതുമാത്രം കടയും അങ്ങനെയല്ലേ ഉള്ളൂ, ഷോപ്പിംഗ് അങ്ങനെയുള്ളൂ. ഇതൊക്കെ നല്ല രസമുണ്ട്. ഇങ്ങനെ ഇപ്പം നോക്ക്, തെങ്ങ് ഇടതൂർന്ന് ഇങ്ങനെ. ഇത് കവുങ്ങ് കേട്ടോ, കവുങ്ങാണ്. ഓക്കെ. കണ്ടില്ലേ ചെളി വെള്ളങ്ങൾ. ഇതിലൊക്കെ നമ്മൾ നടന്നു പോയാലും അങ്ങനെ കാല് പൂന്തിയ പിന്നെ നമുക്ക് പ്രയാസമാണ്. ഒരാളും ഇല്ലല്ലോ അടുത്ത് ചോദിക്കാൻ. ഞാൻ രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ നടക്കണ്. എത്തുന്ന അവിടെ കാണാൻ സ്ഥലം, എനിക്ക് ഇപ്പോഴും സ്ഥലം പരിചയമില്ല. ഞാൻ ജസ്റ്റ് വാക്കിങ്. ഓക്കെ, പിന്നാലെ ഒരാൾ വരുന്നുണ്ട്, അതുകൊണ്ട് ചോദിക്കുക അറിയില്ലെങ്കിലും. എന്തായാലും നമ്മുടെ സ്ഥലമല്ല, മണ്ണൂരല്ലേ. പറയങ്കാടിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ചോദിച്ചാലെങ്കിലും വീടെത്താലോ. ശരി, ഓക്കെ. കണ്ടില്ലേ പ്രകൃതി ഭംഗികൾ, നല്ല രസമുണ്ട്. കണ്ടില്ലേ, ഞാൻ ഇവിടുന്ന് ഇനി ഒരു റോഡിലേക്ക് പോവാം. അവിടെ കുറച്ച് ചളിയൊന്നുമില്ല, നല്ല രസമുണ്ട്. നമുക്ക് എത്ര ഒരു ഭംഗിയുള്ള നാളികേരം, ചെറിയൊരു തെങ്ങിൽ നാളികേരം കണ്ടില്ല. ഇതൊക്കെ കാണണമെങ്കിൽ ഒരു ഭാഗ്യം. ഇവിടുത്തെ ടൗണിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു അതിശയമാണ് കേട്ടോ. കണ്ടില്ല, ചെറിയൊരു തെങ്ങിൻ്റെ മരത്തിൽ നാളികേരം. അവിടെ നോക്കുമ്പോൾ ഒരു നല്ല പപ്പാളി മരത്തിൽ നിറയെ പപ്പാളികൾ കണ്ടോ. അത് എത്തുന്നില്ല. എത്തുന്നുണ്ടെങ്കിൽ ഒന്ന് വലിക്കായിരുന്നു, എത്തുന്നില്ല. ഓക്കെ, ഞാൻ ഇവിടേക്ക് റീച്ചായി. ഇനി ആരോടെങ്കിലും ചോദിക്കാം, പോയി നോക്കട്ടെ. ഓക്കെ, ബൈ.